LDF ഗവൺമെൻറ് 10 വർഷം എന്നവർ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഞങ്ങളല്ലാതെ മറ്റാരുണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ പലതും പൊളിഞ്ഞ് പാളീസായിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. ഇലക്ഷൻ വരെ PR വർക്കിന് വേണ്ടി അവർ കെട്ടിപ്പൊക്കിയ കുറേ കാര്യങ്ങൾ. അതിൽ ഏറ്റവും ഒടുവിലാണ് വീണ ജോർജിൻ്റെ ഇതായത് വയനാട് പുനരധിവാസം. പിന്നെ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ഇന്ന് വീട്ടിൽ കയറി താമസിക്കുകയാണ്. ഒരു വീട്ടിൽ പോലും ഇവരുടെ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ വിള്ളലുണ്ടായി കഴിഞ്ഞപ്പോൾ മഴ പെയ്താലേ ചോരുള്ളൂ എന്നുള്ള തിയറിയിൽ അവർ എത്തിയിട്ടുണ്ട്. മഴ പെയ്തില്ലെങ്കിൽ ചോർച്ച ഉണ്ടാവില്ല എന്ന് K. രാജൻ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി പവർ കട്ടില്ല എന്നിവർ പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയാ. പക്ഷെ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ എവിടെയും പവർ കട്ടില്ല. എന്താ കാര്യം? 2014 മുമ്പാണ് നാഷണൽ ഗ്രിഡ് വന്നത്. നാഷണൽ ഗ്രിഡ് വരുന്നത് വരെ ഓരോ സ്റ്റേറ്റിന് ഗ്രിഡായിരുന്നു. നാഷണൽ ഗ്രിഡ് വന്നതോടുകൂടി ഇന്ത്യയുടെ ഏത് ഭാഗത്തുനിന്നും ഏത് സംസ്ഥാനത്തേക്കും പവർ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്നോ മധ്യപ്രദേശിൽ നിന്നോ ഛത്തീസ്ഗഡിൽ നിന്നോ കേരളത്തിലേക്ക് പവർ കൊണ്ടുവരാം. അതൊരു സൗകര്യമായി. അത് ഇപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ചെറിയൊരു വീലിംഗ് ചാർജ് കൊടുത്താൽ മതി. അങ്ങനെ വന്നാൽ നാഷണൽ ട്രാൻസ്ഫർ സാധ്യമാവുന്ന നാഷണൽ ഗ്രിഡ് വന്നതോടുകൂടിയാണ് നമുക്ക് പല സ്ഥലത്തുനിന്നും വരാൻ കഴിഞ്ഞത്. ഈ ഗവൺമെൻറ് ചെയ്തൊരു ചതി ഈ കരാർ റദ്ദാക്കുന്നത് മാത്രമല്ല, കേരളത്തിലെ സോളാർ വൈദ്യുതിയെ ഇലക്ട്രിസിറ്റി ബോർഡ് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചില്ല. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഉണ്ടായത് സോളാർ വൈദ്യുതി, പ്രത്യേകിച്ചും വീട്ടുകാരും സ്ഥാപനങ്ങളും സ്വന്തമായി ഉണ്ടാക്കിയ വൈദ്യുതി. ആ വൈദ്യുതിയാണ് ഒരു പരിധിവരെ വരെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത്. ആ വൈദ്യുതി പകൽ കിട്ടും, രാത്രി തിരിച്ചു കൊടുക്കുക. അതിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്ത കുറേ തെമ്മാടിത്തരങ്ങളുണ്ട്, വഞ്ചനകളുണ്ട്. 5-6 പ്രാവശ്യം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നേരിട്ട് വൈദ്യുതി ചാർജ് കൂട്ടി. മാത്രമല്ല പല രീതിയിൽ കൂട്ടി. മീറ്റർ ചാർജ് കൂട്ടുക, മറ്റേ ചാർജ് കൂട്ടുക, ഫിക്സഡ് ചാർജ് കൂട്ടുക, അത് കൂട്ടുക, ഇത് കൂട്ടുക, അങ്ങനെ പല പല പരിപാടികളിലായിട്ട് നമ്മളറിയാതെ നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി. അതൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ഇനിയുള്ള ഇത് വന്നാൽ ഇലക്ട്രിസിറ്റി ബോർഡ് പൂട്ടേണ്ടി വരും. അതൊരു കമ്പനിയാണ്. ഇപ്പോൾ പഴയ പോലെ ബോർഡല്ല. ആ കമ്പനി പൂട്ടേണ്ടി വരും. അത് വലിയ നഷ്ടത്തിലേക്ക് എത്തും, വലിയ പ്രശ്നത്തിലേക്ക് എത്തും. അത് ഒഴിവാക്കാനാണ് ഇപ്പോൾ പവർ കട്ടും ലോഡ് ഷെഡിങ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. ശിവൻകുട്ടി മുത്തശ്ശൻ കുട്ടികളെ കൊണ്ട് എഴുതിച്ചല്ലോ പവർ കട്ടില്ല, എന്താ മോളെ പവർ കട്ട് എന്ന് ചോദിച്ചല്ലോ. ഇപ്പോൾ കുട്ടികൾക്ക് പവർ കട്ട് എന്താണെന്ന് മനസ്സിലായി. അതും ഏറ്റവും ചൂടുള്ള സമയത്ത്. കേരളം ഇതുവരെ അഭിമുഖീകരിച്ചിട്ടുള്ള ഏറ്റവും ചൂടായ മാസങ്ങളിൽ ആണ് പവർ കട്ട് വരുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രചരണ സമയത്തൊക്കെ CPM ഉയർത്തിയ ഒരു മുദ്രാവാക്യം, ഇടതുമുന്നണി ഉയർത്തിയ ഒരു മുദ്രാവാക്യം പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്നായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം പല സ്ഥലങ്ങളിൽ രാത്രികൾ 15 മിനിറ്റ് 20 മിനിറ്റ് പകല് മണിക്കൂറുകളോളം കറണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത്, കൊല്ലത്തെല്ലാം ആളുകൾ വീടിന് പുറത്തിറങ്ങി കടപ്പുറത്ത് പോയി കിടക്കുന്നു. സ്ത്രീകളും കുട്ടികളും കിടന്നുറങ്ങുമ്പോൾ പുരുഷന്മാർ കാവൽ നിൽക്കുന്ന ഒരു സാഹചര്യം. യഥാർത്ഥത്തിൽ ഇതൊരു അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് അല്ലേ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ LDF ഗവൺമെൻറ് 10 വർഷം എന്നവർ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഞങ്ങളല്ലാതെ മറ്റാരുണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ പലതും പൊളിഞ്ഞ് പാളീസായിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. ഇലക്ഷൻ വരെ PR വർക്കിന് വേണ്ടി അവർ കെട്ടിപ്പൊക്കിയ കുറേ കാര്യങ്ങൾ. അതിൽ ഏറ്റവും ഒടുവിലാണ് വീണ ജോർജിൻ്റെ ഇതായത് വയനാട് പുനരധിവാസം. പിന്നെ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ഇന്ന് വീട്ടിൽ കയറി താമസിക്കുകയാണ്. ഒരു വീട്ടിൽ പോലും ഇവരുടെ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ വിള്ളലുണ്ടായി കഴിഞ്ഞപ്പോൾ മഴ പെയ്താലേ ചോരുള്ളൂ എന്നുള്ള തിയറിയിൽ അവർ എത്തിയിട്ടുണ്ട്. മഴ പെയ്തില്ലെങ്കിൽ ചോർച്ച ഉണ്ടാവില്ല എന്ന് K. രാജൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്തോട്ടെ, ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലും അത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായി പവർ കട്ടില്ല എന്നിവർ പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയാ. പക്ഷെ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ എവിടെയും പവർ കട്ടില്ല. എന്താ കാര്യം? 2014 മുമ്പാണ് നാഷണൽ ഗ്രിഡ് വന്നത്. നാഷണൽ ഗ്രിഡ് വരുന്നത് വരെ ഓരോ സ്റ്റേറ്റിന് ഗ്രിഡായിരുന്നു. നാഷണൽ ഗ്രിഡ് വന്നതോടുകൂടി ഇന്ത്യയുടെ ഏത് ഭാഗത്തുനിന്നും ഏത് സംസ്ഥാനത്തേക്കും പവർ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്നോ മധ്യപ്രദേശിൽ നിന്നോ ഛത്തീസ്ഗഡിൽ നിന്നോ കേരളത്തിലേക്ക് പവർ കൊണ്ടുവരാം. അതൊരു സൗകര്യമായി. അത് ഇപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ചെറിയൊരു വീലിംഗ് ചാർജ് കൊടുത്താൽ മതി. അങ്ങനെ വന്നാൽ നാഷണൽ ട്രാൻസ്ഫർ സാധ്യമാവുന്ന നാഷണൽ ഗ്രിഡ് വന്നതോടുകൂടിയാണ് നമുക്ക് പല സ്ഥലത്തുനിന്നും വരാൻ കഴിഞ്ഞത്. ഇനി ഇവരുടെ അവകാശവാദത്തിന് നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു യൂണിറ്റ് ഇവിടെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, KSEBിയുടെ ഭാഗത്തുനിന്ന് ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. ഉൽപ്പാദനം കുറയുക ചെയ്തേക്കണേ. പ്രത്യേകിച്ച് മഴ കുറഞ്ഞാൽ ഉൽപ്പാദനം കുറയും, മഴ കൂടിയാൽ ഉൽപ്പാദനം കൂടും. അതിലിപ്പോൾ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ 2018 പ്രളയം വന്നപ്പോൾ ഉൽപ്പാദനം കൂടി. അത് പ്രളയം അല്ലെങ്കിൽ ആ മഴ കൂടുതൽ വന്നാൽ ഉണ്ടാവും എന്നുള്ളത് അതല്ലാതെ പുതിയൊരു യൂണിറ്റ് വൈദ്യുതി ഇവർ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് അവകാശവാദം അവർക്ക് പറയാനുള്ളത്? മൂന്നാമത്തെ കാര്യം, ദേശീയ തലത്തിലുള്ളൊരു വ്യത്യാസം. 2014 ദേശീയ ഗ്രിഡ് വന്നതിന് ശേഷം സംഭവിച്ചത്, ആദ്യം ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ പവർ ഡിമാൻഡ് കാര്യമായിട്ട് കുറഞ്ഞു. ആ ഘട്ടത്തിൽ അദാനി ഗിദാനി എല്ലാവരും ഒരുപാട് പുതിയ പവർ സ്റ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്തു. പുതിയ പവർ സ്റ്റേഷൻ ഉണ്ടാവുകയും പവർ ഡിമാൻഡ് കുറയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ പവർ യഥാർത്ഥത്തിൽ ചീപ്പായി
പവറിൻ്റെ വില നാഷണൽ ലെവലിൽ ചീപ്പായി. അങ്ങനെയാണ് UDF ഗവൺമെൻറ് കാലത്ത് ആര്യാടൻ മുഹമ്മദ് ഒരു കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. അന്ന് 4 രൂപ 29 പൈസയ്ക്കാണ് വൈദ്യുതി വാങ്ങാൻ തീരുമാനിക്കുന്നത്. അന്ന് തന്നെ ഒരു അഴിമതിയാണെന്ന് പറഞ്ഞു. അതുപോട്ടെ, അത് ഇത്ര കൊല്ലത്തേക്ക്, അതായത് 850 മെഗാവാട്ട് 450 മെഗാവാട്ട് വൈദ്യുതി എല്ലാ ദിവസവുമായിട്ട് നമുക്ക് തരാമെന്നുള്ള കരാറാണത്. വില കൂടിയാലും കുറഞ്ഞാലും 4 രൂപ 29 പൈസയ്ക്ക് ആ വൈദ്യുതി നമുക്കിവിടെ കിട്ടും. LDF ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ നാഷണൽ ഡിമാൻഡ് വളരെ കുറയുകയും സ്പോട്ടിൽ ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടുമെന്ന് വരികയും അങ്ങനെ ആര്യാടൻ മുഹമ്മദ് ഭയങ്കര അഴിമതി ചെയ്തു എന്ന് പറയുകയും 4 രൂപ താഴേക്ക് വൈദ്യുതി കിട്ടിയിരുന്നു ഒരു ഘട്ടത്തിൽ. കാരണം ഡിമാൻഡ് വളരെ കുറഞ്ഞു, മഴ നന്നായി കിട്ടി, കേരളത്തിൽ മഴ കിട്ടി. അപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഈ റെഗുലേറ്ററി കമ്മീഷനെ കൊണ്ട് ഇവർ പറയിച്ചു ഈ കരാർ വേണ്ട. അത് പൊളിറ്റിക്കലാണ്. ഈ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു വിദഗ്ധ ബോഡിയൊന്നുമല്ല, അത് രാഷ്ട്രീയമായ നിയമനമാണ് റെഗുലേറ്ററി കമ്മീഷൻ. ഇപ്പോൾ ഇരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ PA ആയിരുന്ന ആളാണ് സുരേഷ് കുമാർ എന്ന് പറയുന്നത്. അയാളാണ് ഈ ലോകത്തുള്ള മുഴുവൻ അഴിമതി ആരോപണം കേട്ട ആളാണ്. ഡോക്ടർ B അശോക് എന്ന് പറയുന്ന IAS കാരനെ അയാളെ കൈക്കല വിടാതെ എടുത്ത് കളയണമെന്ന് പറഞ്ഞ ആളാണ്. അയാളിപ്പോൾ റെഗുലേറ്ററി കമ്മീഷനിലായിരിക്കണം. ഒന്ന് ആലോചിക്കണം. ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു, അവിടെ നിന്ന് മുഴുവൻ അഴിമതി നടത്തി, ബോർഡിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മന്ത്രിയുടെ PA ആയിരുന്നു, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇയാളെ പോലെ ഒരാൾ അഴിമതിക്കാരനിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ. അത് പൊളിറ്റിക്കൽ നിയമനമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആവശ്യം അവർ നടത്തി കൊടുത്തു. ആ കരാർ റദ്ദാക്കി. ഇപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ 4.29 വൈദ്യുതി കിട്ടുന്നതിന് വരെ ഇപ്പോൾ 10 രൂപയ്ക്ക് 11 രൂപയ്ക്കും വൈദ്യുതി വാങ്ങിക്കേണ്ടി വരും. വൈദ്യുതി ഡിമാൻഡ് കൂടി. ഡിമാൻഡ് കൂടി കഴിഞ്ഞപ്പോൾ ഇതിലെന്താ പ്രശ്നം വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടുന്നതും കുറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയിൽ ആകെ എടുത്താൽ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരിക. കാരണം വ്യവസായങ്ങൾക്കുള്ള വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു വ്യവസായശാലയ്ക്ക് എടുക്കുന്ന വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയ്ക്ക് കൊടുക്കാൻ വീട്ടുകൾക്ക് മുഴുവൻ കൊടുക്കാം. ആ വൈദ്യുതി ആണെങ്കിൽ ഒരു ജില്ലയിൽ മുഴുവൻ വീട്ടുകാർക്കും കൊടുക്കാം. അപ്പോൾ വ്യവസായശാല പൂട്ടിയാൽ ഒരു ജില്ലയിലെ വൈദ്യുതി എക്സോസായി. കേരളത്തിലാണ് മിക്കവാറും എല്ലാം പൂട്ടിയായി കിടക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൂട്ടി. അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ വ്യവസായശാലകൾ പതുക്കെ വളരാൻ തുടങ്ങി. പക്ഷേ വ്യവസായശാല വളരുന്നതിൻ്റെ കൂടെ തന്നെ കമേഴ്സ്യൽ ആൻഡ് ഹൗസിങ്, ഗാർഹികം, ഡൊമസ്റ്റിക്കും കമേഴ്സ്യലും വളരെ കൂടി. ഈ വൈദ്യുതി ചാർജിൻ്റെ ഒരു പ്രത്യേകത ഡൊമസ്റ്റിക്കും കമേഴ്സ്യലും, ഡൊമസ്റ്റിക് കൂടുതലാണ്, കമേഴ്സ്യൽ വളരെ കൂടുതലാണ് ഒരു യൂണിറ്റിന്. വ്യവസായത്തിന് വളരെ കുറവാണ്, കാർഷിക ഫ്രീ ആണ് ഓൾമോസ്റ്റ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കമേഴ്സ്യൽ ഇത് കൂടിക്കഴിഞ്ഞാൽ വൈദ്യുതി ഉപയോഗം കൂടും, പക്ഷേ പൈസയും കൂടുതൽ കിട്ടും. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബോർഡുകൾ. കേരളത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് വരുമാനം കിട്ടുന്നത് മുഴുവൻ കമേഴ്സ്യലും ഗാർഹികമാണ്. ഇവിടെ ഇൻഡസ്ട്രി ഇല്ലല്ലോ, വളരെ കുറവല്ലേ. ഇത് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് വെച്ചാൽ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞപ്പോൾ പ്രശ്നമായി. ഡിമാൻഡ് കൂടി, പ്രത്യേകിച്ചും കാലാവസ്ഥ മാറ്റവും കൂടി ഡിമാൻഡ് കൂട്ടാനുള്ള പല കാരണങ്ങളാണ്. ചൂട് കൂടുന്തോറും വൈദ്യുതി ഡിമാൻഡ് കൂടും. കേരളത്തിലൊക്കെ വളരെ പ്രത്യേകിച്ചും അതാണ്. ചൂട് കൂടുന്തോറും വൈദ്യുതി ഡിമാൻഡ് കൂടും. കേരളത്തിൽ ഉണ്ടായ മറ്റൊരു കാര്യം, ഈ ഗവൺമെൻറ് ചെയ്തൊരു ചതി, ഈ കരാർ റദ്ദാക്കുന്നത് മാത്രമല്ല, കേരളത്തിലെ സോളാർ വൈദ്യുതിയെ ഇലക്ട്രിസിറ്റി ബോർഡ് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചില്ല. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഉണ്ടായത് സോളാർ വൈദ്യുതി, പ്രത്യേകിച്ചും വീട്ടുകാർ സ്ഥാപനങ്ങളും സ്വന്തമായി ഉണ്ടാക്കിയ വൈദ്യുതി. ആ വൈദ്യുതിയാണ് ഒരു പരിധിവരെ വരെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത്. ആ വൈദ്യുതി പകൽ കിട്ടും, രാത്രി തിരിച്ചു കൊടുക്കുക. അതിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്ത കുറേ തെമ്മാടിത്തരങ്ങളുണ്ട്, വഞ്ചനകളുണ്ട്. ഒന്ന്, സോളാർ വാങ്ങി വെച്ചാൽ വലിയ നഷ്ടമാവും എന്നൊരവസ്ഥയിലേക്ക് പല ഗാർഹിക ഉപഭോക്താക്കൾക്കും എത്തി. നമ്മൾ ഇതുവരെ അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്തില്ല. പ്രതിപക്ഷത്തിനൊരു വാങ്ങാത്തൊരു വിവരമില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സോളാർ നഷ്ടമാവും തരത്തിലേക്ക് വന്നു. നമ്മൾ വലിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിയുടെ 4 ഇരട്ടി വിലയ്ക്ക് നമുക്ക് വൈദ്യുതി തിരിച്ചു തരും. പകൽ നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി 1 രൂപയ്ക്കാണെങ്കിൽ 4 രൂപയ്ക്ക്, അല്ലെങ്കിൽ 3 രൂപയ്ക്കാണെങ്കിൽ 12 രൂപ തിരിച്ചു വരും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബോർഡ് ഭയങ്കര ഈ എന്താ പറയുക, വട്ടിപ്പലിശക്കാരൻ്റെ പരിപാടിയാണ് ബോർഡ് ചെയ്തിരുന്നത്. എന്നിട്ടും നഷ്ടമായി. 2300 കോടി രൂപയുടെ നഷ്ടം വന്നു. ആ നഷ്ടം എടുത്തു കൊടുത്തത് നമ്മുടെ നികുതി പണം, സർക്കാർ കുറെ നികത്തി. ഞാൻ പറഞ്ഞത് കെടുകാര്യസ്ഥതയും ഈ രാഷ്ട്രീയ അഴിമതിയും. ഇനി ഈ സ്പോട്ട് വൈദ്യുതി വാങ്ങുന്നതാണ് ഇവരുടെ താല്പര്യമുള്ള കാര്യം. അത് ഏറ്റവും വലിയ അഴിമതിയാണ്. യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞ ആര്യാടൻ മുഹമ്മദ് ചെയ്തു എന്ന് പറയുന്ന അഴിമതിയുടെ പല മടങ്ങാണ് ഇപ്പോൾ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ സ്പോട്ടിൽ ചെല്ലുമ്പോൾ അത് ടെൻഡറൊന്നും ഇല്ലാതെ മാനിപ്പുലേഷനാണ്. ഇപ്പം എനിക്കിന്ന് 100 മെഗാവാട്ട് വൈദ്യുതി വേണം എന്ന് പറഞ്ഞാൽ അദാനിയുടെ കമ്പനി പറയും 100 മെഗാവാട്ട് തരാം, അതിന് ഇതാണ് റേറ്റ്. അപ്പോൾ നമ്മൾ പറയും അയ്യോ റേറ്റ് കൂടുതലാണ്, അതല്ലേ ബാക്കി ഞാൻ നിങ്ങൾക്ക് തരാം. വലിയ അഴിമതി ഇതിലുണ്ട്, വലിയ അഴിമതി. നാഷണൽ ഗ്രിഡ് വന്നതിന് ശേഷം അഴിമതിയുടെ ഇത്തരത്തിലുള്ള ഈ സ്പോട്ട് വൈദ്യുതി വാങ്ങുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ബോർഡ് കടുത്ത നഷ്ടത്തിലായി. ഇപ്പോൾ ഇനി നഷ്ടത്തിലാകാൻ പറ്റില്ല, ഇനി വൈദ്യുതി ചാർജ് കൂട്ടണം. ഇപ്പം 5-6 പ്രാവശ്യം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നേരിട്ട് വൈദ്യുതി ചാർജ് കൂട്ടി. മാത്രമല്ല പല രീതിയിൽ കൂട്ടി.
മീറ്റർ ചാർജ് കൂട്ടുക, മറ്റേ ചാർജ് കൂട്ടുക, ഫിക്സഡ് ചാർജ് കൂട്ടുക, അത് കൂട്ടുക, ഇത് കൂട്ടുക, അങ്ങനെ പല പല പരിപാടികളിലായിട്ട് നമ്മളറിയാതെ നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി. അതൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ഇനിയുള്ള ഇത് വന്നാൽ ഇലക്ട്രിസിറ്റി ബോർഡ് പൂട്ടേണ്ടി വരും. അതൊരു കമ്പനിയാണ് ഇപ്പോൾ, പഴയ പോലെ ബോർഡല്ല. ആ കമ്പനി പൂട്ടേണ്ടി വരും. അത് വലിയ നഷ്ടത്തിലേക്ക് എത്തും, വലിയ പ്രശ്നത്തിലേക്ക് എത്തും. അത് ഒഴിവാക്കാനാണ് ഇപ്പോൾ പവർ കട്ടും ലോഡ് ഷെഡിങ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. ശിവൻകുട്ടി മുത്തശ്ശൻ കുട്ടികളെ കൊണ്ട് എഴുതിച്ചല്ലോ പവർ കട്ടില്ല, എന്താ മോളെ പവർ കട്ട് എന്ന് ചോദിച്ചല്ലോ. ഇപ്പോൾ കുട്ടികൾക്ക് പവർ കട്ട് എന്താണെന്ന് മനസ്സിലായി. അതും ഏറ്റവും ചൂടുള്ള സമയത്ത്, കേരളം ഇതുവരെ അഭിമുഖീകരിച്ചിട്ടുള്ള ഏറ്റവും ചൂടായ മാസങ്ങളിൽ ആണ് പവർ കട്ട് വരുന്നത്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. നേരെ മറിച്ച് മെയ്യിലാണ് ഈ ഏപ്രിൽ 29-നാണ് ഇലക്ഷൻ എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഈ ഓരോ കാര്യങ്ങളും ഇപ്പോൾ വീണ ജോർജിൻ്റെ കാര്യമായാലും മലയാള വീടായാലും ഇതായാലും ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചാൽ ഇത്രയും വലിയ ചതി. അതിൽ ഞാൻ കുറ്റം പറയുന്നത് ഇവരെ ആരെയല്ല, പ്രതിപക്ഷത്തിനെയാണ്. യഥാർത്ഥത്തിൽ ഇത് തുറന്നു കാണിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് വേണ്ട സമയത്ത് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഞാൻ പ്രത്യേകിച്ചും കോൺഗ്രസ്സിന് ഇത് പറഞ്ഞിട്ടുണ്ടാവും അവർ, പക്ഷേ വലിയ പ്രചരണ ഉപാധി മറുവശത്താണ്. PR-ഉം സർക്കാരിൻ്റെ PR-ഉം പാർട്ടിയുടെ PR-ഉം എല്ലാം വരുന്ന ഒരു ഘട്ടത്തിൽ ഇതിനെ നേരിടാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് സത്യം മുഴുവൻ അറിയാതിരുന്നത്. സത്യം മുഴുവൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വലിയ തോതിലുള്ള നാശം LDF-ന് വരുത്തുമായിരുന്നു. അത് മറച്ചു പിടിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇത്രയും കാലം കാണുന്നത്.